ഇവിടെ ഒരു ദൈവത്തിന്റെ മകന് ഒരു പൂവിനോട് പ്രണയം തോന്നുന്നു. അവൻ ഓരോ ദിവസവും ആ പൂവിനെ സ്നേഹത്തോടെ പരിപാലിക്കുന്നു. ഇക്കാര്യം അവന്റെ അച്ഛൻ അറിഞ്ഞതും അവൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പറയുന്നു. കാരണം ദൈവങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ്സും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം ആ പൂവിനെ ഒരു ദയമില്ലാതെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് അവൻ വളരെയധികം വിഷമിക്കുന്നു. പക്ഷെ നോക്കുമ്പോൾ ആ പൂവിന് ഇപ്പോഴും ജീവനുണ്ട്. അതുകൊണ്ട് അവൻ വേഗം തന്നെ തന്റെ വിരലുകളിൽ ഒന്നിന്റെ എല്ലെടുത്ത് ആ പൂവിന് വീണ്ടും ജീവൻ കൊടുക്കുന്നു. അതിനുശേഷം അവന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് അതിനെ രക്ഷിക്കുന്നതിനായി അതിനെ മനുഷ്യരുടെ ലോകത്തേക്ക് അയക്കുന്നു. പക്ഷെ അവൻ പോലും അറിയാതെ ആ പൂവിനുള്ളിൽ ഫീലിംഗ്സ് വളരാൻ തുടങ്ങുന്നു. അതിനുശേഷം ഏകദേശം 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് മനുഷ്യരുടെ ലോകം കണ്ടിന്യൂസ് ആയി കൊടും തണുപ്പിൽപ്പെട്ട് വലയുന്നു. അപ്പോൾ പൂക്കൾ വിരിഞ്ഞാൽ മാത്രമേ തണുപ്പുകാലം പോകൂ എന്ന അവസ്ഥയിൽ ആ പൂവ് വിരിഞ്ഞ് മനുഷ്യരൂപം പ്രാപിക്കുന്നു. അതുകൊണ്ട് തണുപ്പുകാലം പോയി മനുഷ്യർ വളരെയധികം സന്തോഷിക്കുന്നു. അതേസമയം സ്വർഗത്തിന്റെ റൂൾസ് ബ്രേക്ക് ചെയ്തതുകൊണ്ട് അവളെ ശിക്ഷിക്കാനായി ഇവനെ മനുഷ്യരുടെ ലോകത്തിലേക്ക് അയക്കുന്നു. നോക്കുമ്പോൾ ഭൂമിയിലേക്ക് വന്ന ഇവന് അവളെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ നദിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മിന്നൽ കൊണ്ട് അവളെ ശിക്ഷിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം അവൻ ആ പൂവിൽ നിന്ന് അതിന്റെ ആത്മാവിനെ എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവൻ തന്റെ വിരലിലെ എല്ലാം അവിടെ ഉള്ളത് അറിയുന്നത്. അത് കണ്ട് അവൻ ഷോക്കാവുന്നു. കാരണം അവൻ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് അയച്ച ജീവനെ അവന്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ അവനെ അയച്ചിരിക്കുന്നു.